തിരിച്ചടിയുടെ പാഠങ്ങൾ ഇടതുപക്ഷം ഉൾക്കൊണ്ടേ പറ്റൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് എവിടെയാണ് പിഴച്ചത്? UDFന്റെ പ്ലാനുകൾ എങ്ങനെയാണ് ഫലപ്രദമായത്? നോക്കാം വിശദമായി തന്നെ. ഞാൻ ആതിര. LDF എന്ന പാർട്ടി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ എക്കാലത്തെയും അതിനുള്ള ലളിതമായ ഉത്തരം കഴിഞ്ഞ തവണ നമ്മുടെ ചിഹ്നത്തിൽ കുത്തിയവരിൽ അധികവും ഇത്തവണ തിരിഞ്ഞു കുത്തി എന്നത് തന്നെയാണ്. അതിനുള്ള കാരണങ്ങൾ ഏറ്റവും കൂടുതൽ വ്യക്തതയോടുകൂടി അറിയാവുന്നത് പരാജയപ്പെട്ട പാർട്ടികൾക്കും മുന്നണികൾക്കും തന്നെയാകും. അധികാരത്തിലിരിക്കുമ്പോൾ പല കാരണങ്ങളാൽ ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് ഒരുപക്ഷെ അവർ അറിയുന്നില്ല എങ്കിലും ജനങ്ങൾ തെളിഞ്ഞ വെള്ളത്തിനിടയിൽ കിടക്കുന്ന സ്വർണ്ണമാല പോലെ അത് വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഈ അകൽച്ചയാണ് തെരഞ്ഞെടുപ്പുകളിൽ കണക്കുകൂട്ടലുകൾ തെറ്റാനും പരാജയങ്ങൾ ഏറ്റുവാങ്ങാനും ഇടയാക്കുന്നത്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പുറത്തുവന്ന ഫലത്തിലൂടെ കണ്ണോടിക്കുന്ന ആർക്കും LDFന് ലഭിച്ച തിരിച്ചടി തിരിച്ചറിയാൻ തന്നെ സാധിക്കും. UDFന്റെ വൻ മുന്നേറ്റത്തോടെയുള്ള തിരിച്ചുവരവും ഒപ്പം BJP കേരളത്തിലുടനീളം കൈവരിക്കുന്ന അതിവേഗ വളർച്ചയും തലസ്ഥാനത്ത് നേടിയ ഐതിഹാസികമായ നേട്ടവും കാണാതെ ഇരിക്കാനും സാധിക്കില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ LDFന് ലഭിച്ച സ്വീകാര്യത ഇത്തവണ നഷ്ടപ്പെട്ടതിന്റെ കാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഉയർന്നു വരുന്ന വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. ശബരിമലയുടെ ഭരണത്തിന് വിശ്വസിച്ചേൽപ്പിച്ചവർ തന്നെ ദ്വാരപാലകരുടെ സ്വർണ്ണച്ചട്ട അഴിച്ചെടുത്ത് അന്യ സംസ്ഥാനത്ത് കൊണ്ടുപോയി സ്വർണം കവരുന്നത് ഉൾപ്പെടെയുള്ള തിരിമറികൾ നടത്തിയതിന് കൂട്ടുനിന്നത് കേരളത്തിലെ വിശ്വാസികൾക്കും എന്തിന് അവിശ്വാസികൾക്ക് പോലും പൊറുക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയായി മാറി. LDF സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ 2 മുൻ പ്രസിഡന്റുമാർ ജയിലിൽ കിടക്കുമ്പോൾ നടന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടി ആയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഹൈക്കോടതിയുടെ കർശനമായ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണമായതിനാലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇവർ അകത്താകാൻ ഇടയായത് എന്നും ഗ്രഹിക്കാനുള്ള സാമാന്യ ജ്ഞാനമൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന സംഗതിയാണ്. അതിനാൽ അവരുടെ അറസ്റ്റ് ആഭ്യന്തര വകുപ്പിന്റെ ഒരു വലിയ നേട്ടമായി അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിയും കരുതുകയില്ല. അതേസമയം അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണ് എന്ന് പറഞ്ഞ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് പോലും ഒഴിവാക്കാതെ സംരക്ഷിച്ചത് ജനങ്ങളിൽ അവമതിപ്പിന് ഇടയാക്കിയ ഒരു നടപടി കൂടിയാണ്. കുറ്റക്കാരെ സംരക്ഷിച്ചുകൊണ്ട് മറ്റെന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന സംശയം ജനങ്ങളിൽ സൃഷ്ടിക്കാനും ഇതിടയാക്കിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു ഇതെന്ന് പറയാനാവില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ഇപ്പോൾ നേടിയ നില ഉണ്ടാകുമായിരുന്നില്ല. പ്രാദേശിക വിഷയങ്ങളും സ്വാധീനങ്ങളും നിലവിലുള്ള ജനപ്രതിനിധികളുടെ ജനസംബന്ധവും മറ്റുമാണ് സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തെ കൂടുതൽ സ്വാധീനിക്കാറുള്ളത്. ഇത്തവണ അതിനൊക്കെ മുകളിലെ ശബരിമല വിഷയം തന്നെയാണ് LDFന് മുകളിൽ കാർവേഗമായത്. അതിനു പുറമെ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജുകളും മറ്റു ആരോഗ്യ കേന്ദ്രങ്ങളും നേരിട്ട വിവാദങ്ങളും വിമർശനങ്ങളും ജനങ്ങളെ സർക്കാരിനെതിരായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്നാണ് എന്ന് പറയാൻ സാധിക്കും. നാട്ടിലെ പേപ്പട്ടി ശല്യം പോലും പരിഹരിക്കുന്നതിലുണ്ടായ വീഴ്ച സുപ്രീം കോടതിയുടെ വരെ ശകാരത്തിനിടയാക്കിയതും ജനങ്ങൾ മറന്നു കാണില്ല. എതിർകക്ഷികൾ ആരോപിക്കുന്നത് പോലെ LDF സർക്കാരിന്റെ ഭരണം അപ്പാടെ പരാജയമാണെന്ന് പറയുന്നത് കാടടച്ച് വെടിവെക്കലാണ്. നിരവധി വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നിറവേറ്റിയ സർക്കാർ തന്നെയാണിത്. അതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സർക്കാരിന്റെ വാട്ടർലൂ സംഭവിക്കും എന്നൊക്കെ സ്വപ്നം കാണുന്നവർക്ക് കാണാമെങ്കിലും അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കരുതാൻ സാധിക്കില്ല. ഇനിയുള്ള മാസങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സംഭവഗതികളുടെ ആഴവും പരപ്പുമായിരിക്കും ചർച്ചയാവുന്നത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള അതിക്രമങ്ങളുടെ പരാതിയിൽ ഒരു ജനാധിപത്യ സർക്കാർ എപ്പോഴും അതിജീവിതകളോടൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. എന്നാൽ സ്വന്തക്കാരായ ചിലർക്കെതിരെ ഉണ്ടായ പരാതിയിൽ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്നത് സർക്കാർ ഒരേ വിഷയത്തിൽ സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകളെ സൂചിപ്പിക്കുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ കാര്യവും എന്നെടുത്തു പറയേണ്ടതുണ്ട്. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ UDF നേടിയത് അത്യുജ്വലമായ വിജയമാണെന്ന് പ്രത്യക്ഷത്തിൽ വിലയിരുത്താം. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ 4, 86 മുനിസിപ്പാലിറ്റികളിൽ 54, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 143, 78, ഗ്രാമപഞ്ചായത്തുകളിൽ 941, 504 UDF നേടി. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം UDFനൊപ്പമാണ് നിന്നതെന്ന് നിസ്സംശയം പറയാവുന്ന ഇലക്ഷൻ ഫലമാണിത്. CPMന് ഏറ്റവും ലജ്ജാകരമായ തിരിച്ചടിയായത് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത് തന്നെയാണ്. ഒപ്പം BJP നടത്തിയ വിസ്മയകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന നേട്ടം തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിലാദ്യമായി പിടിച്ചെടുത്തതാണ്. 50 സീറ്റുകളിൽ വിജയിച്ച BJP അടുത്ത 5 വർഷം തിരുവനന്തപുരം ഭരിക്കുമെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പരാജയം CPM പഠിക്കേണ്ട ഒരു പാഠപുസ്തകമായി മാറിയിരിക്കുകയാണ്. ആര്യ രാജേന്ദ്രൻ എന്ന മേയറിന്റെ പരാജയം അവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയതിലൂടെ CPM തുടക്കത്തിൽ തന്നെ സമ്മതിച്ചതുമാണ്.
സർക്കാരിന്റെ ധനവകുപ്പിന്റെ കീഴിലുള്ള ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ വികസന ഫണ്ടുകൾ പാഴാക്കിയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണെന്ന് കണ്ടെത്തിയിരുന്നു. CPM കൗൺസിലർമാരെ നിശ്ചയിച്ചതിൽ സംഭവിച്ച ചില നേതാക്കളുടെ ഇടപെടലുകളും പാളിച്ചകളും അവരുടെ പരാജയം അവർ തന്നെ ഉറപ്പാക്കുന്നതിന് തുല്യമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടി BJP ആണെന്ന് തെളിയുക കൂടി ചെയ്തിരിക്കുകയാണിപ്പോൾ. അതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ താമരകൾ വിരിയാൻ ഇതിടയാക്കില്ല എന്ന് പറയാനുമാകില്ല. 2 നഗരസഭകളും 26 പഞ്ചായത്തുകളും നേടി NDA ശക്തി തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ 5 കോർപ്പറേഷനുകൾ ഭരിച്ച LDFന് ഇക്കുറി കോഴിക്കോട് മാത്രമാണ് ഏറ്റവും വലിയ കക്ഷിയാവാനായത്. ഇവിടെയും ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷവും ലഭിച്ചിട്ടില്ല. 2020 കണ്ണൂർ മാത്രം ലഭിച്ച UDFന് ഇക്കുറി കൊച്ചിയും തൃശൂരും വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചുപിടിക്കാനും സാധിച്ചു. കൊല്ലം കോർപ്പറേഷനിൽ വൻ അട്ടിമറിയാണ് UDF നടത്തിയത്. തിരുവനന്തപുരത്തും കോഴിക്കോടും സീറ്റുകൾ വർദ്ധിപ്പിക്കാനും സാധിച്ചു. മുനിസിപ്പാലിറ്റികളിലാണ് UDFന്റെ തിളക്കമാർന്ന മുന്നേറ്റം ദൃശ്യമായത്. 86-ൽ 54 നേടിയപ്പോൾ LDFന് 28 എണ്ണമേ നേടാൻ സാധിച്ചുള്ളൂ. NDAക്ക് 2 മുനിസിപ്പാലിറ്റികളിൽ ഭൂരിപക്ഷമുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 78 എണ്ണം UDF നേടിയപ്പോൾ 67 എണ്ണം ഇടതുമുന്നണി നേടിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിൽ UDFന് 504 എണ്ണം നേടിയപ്പോൾ ഇടതുമുന്നണിക്ക് 342, NDAക്ക് 26-ഉം 6 എണ്ണം മറ്റുള്ളവർക്കും സ്വന്തമാക്കാൻ സാധിച്ചു.